സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് മാന്യമായ സൗകര്യങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൽ ഓൺട്രപ്രണർഷിപ്പിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുകയും ചെയ്തത് ഒരു ദശാബ്ദം മുമ്പ് ടെക്നോപാർക്ക് TBIയുടെ തുടക്കത്തോടെയാണ്. അതിന്റെ ഗൗരവമുള്ള തുടർച്ചയായിരുന്നു കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ്. അതിനോടകം സ്റ്റുഡന്റ് ഓൺട്രപ്രണറായി വരവറിയിച്ച സിജോ കുരുവിള ജോർജും സുഹൃത്തുക്കളുമായിരുന്നു സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ PPP മോഡൽ ബിസിനസ് ഇൻക്യുബേഷന്റെ ബ്രെയിൻ. അന്ന് ഒരുപക്ഷെ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ, കേരളത്തിൽ ഇത് പോസിബിൾ ആവുമോ, സ്റ്റുഡൻസ് ഇത്രയും റെസ്പോണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ സൊസൈറ്റി റെസ്പോണ്ട് ചെയ്യുമോ, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ സമയത്ത് ഒരു മാസത്തിൽ ഒരു 20ഓളം ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ 2014 ആ ഒരു വർഷത്തിൽ ജനുവരി തൊട്ട് തന്നെ 200 തൊട്ട് 300 ആപ്ലിക്കേഷൻ മാസം വരുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഇവാഞ്ചലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുവരെ കേരള സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് നടത്തുക എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇമേജിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഓൺട്രപ്രണർഷിപ്പിന് ഒരു മഹത്വമുണ്ടെന്ന് അംഗീകരിക്കപ്പെട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് പുതിയൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനായി നേതൃപരമായ പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് സിജോ കുരുവിള ജോർജ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇൻഡിവിജ്വലായ ഇത്തരം എഫേർട്ടുകൾ കൂടിയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയെ കൂടുതൽ മെച്ചുവേർഡാക്കാൻ സഹായിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തിന് സ്റ്റാർട്ടപ്പ് പോളിസിയുണ്ട്. കോളേജുകളെ സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്കിന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. IDC നെറ്റ്വർക്കുകൾ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി ഇൻക്യുബേഷനുകളുടെ മെൻറ്ററായും നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രചോദനമായും സിജോ ഇന്ന് പ്രവർത്തിക്കുകയാണ്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ഇഷ്ടംപോലെ ഐഡിയകളുണ്ട്, ഒരുപാട് പേര് സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇക്കോസിസ്റ്റം വേണം, ടെക്നോളജി ആക്സസ് വേണം. ഇതായിരുന്നു ഒരു കാരണം. 2, നമ്മൾ തിരിച്ചറിഞ്ഞത് ഒരുപാട് പേര് നമ്മളെയും സഹായിച്ചിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മുടെ ലോജിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയുള്ളവർക്ക് ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് മെച്ചുവർ ആവുകയാണ്. രാജ്യത്തിൻ്റെതായ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർന്നു വരുന്നതിൻ്റെ സൂചനയാണ് ഓയോ റൂംസ് പോലെയുള്ള സക്സസ്ഫുൾ വെഞ്ചറുകളെന്ന് സിജോ വിലയിരുത്തുന്നു. ഇപ്പോൾ ഒരു 4 വർഷം മുൻപ് നമ്മളെ സ്റ്റാർട്ടപ്പിൽ തുടങ്ങുന്ന സമയത്ത് പോലും ഒരു ഏഞ്ചൽ നിക്ഷേപ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ആരും തന്നെയില്ല. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും വിരളമായ ആൾക്കാരേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു 1000-ൽ പരം നിക്ഷേപകരുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് നല്ലൊരു പുഷും കൂടി ഉള്ളതുകൊണ്ട് ആക്ച്വലി നല്ലൊരു ഫ്യൂച്ചറാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്.